أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആമുഖമായിട്ട് ആദ്യമായിട്ട് പ്രത്യേകമായ ഒരു കാര്യം പറയുന്നു. ഇത് കാണുന്നവരും കേൾക്കുന്നവരും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ആദ്യമായിട്ട് പറയുകയാണ്. കാരണം അവസാനം മറന്നു പോകുമല്ലോ എന്നുള്ള വെച്ചുകൊണ്ടാണ് ഈ വിവരം നേരത്തെ ഒന്ന് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന വീഡിയോയിൽ ഒരു പ്രത്യേകമായ ഒരു സംഭവം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അർശിൻ്റെ ഭാഗത്തേക്കുള്ള ഒരു സംഭവമുള്ള ഒരു ദിക്റാണ് ഇപ്പോൾ ഈ പറയാൻ പോകുന്നത്. അത് ഏറ്റവും കൂടുതൽ പ്രധാനമായൊരു ദിക്റാണ്. ദിക്ർ എന്ന് പറയുമ്പോൾ കോടാനുകൂടി മില്യൺ ദിക്റുകൾ കിടക്കുക. ആ ദിക്റുകളിലെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഭൂരിപക്ഷം ദിക്റുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യം ഈ ദിക്ർ എന്ന് പറയുന്നതിന് 90% ദിക്റിലും അള്ളാഹുവിൻ്റെ പ്രധാനമായ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആരാധനയ്ക്കറിയാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ള ആ ഒരു ഭാഗം എല്ലാ മിക്ക ദിക്റിൻ്റെയും ആദ്യ ഭാഗം ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിന് ശേഷമുള്ള ഭാഗങ്ങൾ അത്രത്തോളം പദവികളും ഉന്നതമായ ഒന്നും കൂടിയാണ് ആ ദിക്റിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്കുള്ളത്. ആ ദിക്റാണ് ഇപ്പോൾ ഞാനിവിടെ ചെല്ലാൻ പോകുന്നത്. ആരെങ്കിലും ഈ ദിക്റൊന്ന് ചെല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനുണ്ടല്ലോ വണ്ണമായ പ്രതിഫലമങ്ങ് കൊടുക്കുന്നതാണ്. ആ മനുഷ്യന് മാത്രമല്ല, ആ മനുഷ്യൻ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ അല്ലാഹുവിൻ്റെ കൃപയാൽ ഒരു കുടുംബം നമ്മൾക്ക് കാണുമല്ലോ. ആ കുടുംബത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്തങ്ങ് നിറയ്ക്കുന്നു, റഹ്മത്ത് കൊണ്ട് അലങ്കരിക്കുന്നു. എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ കുടുംബത്തിലേക്ക് അല്ലാഹു ഇറക്കുന്നു. ഇത് ഈ വലുത് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഞാൻ ചോദിക്കട്ടെ. ഈ ഒരു ദിക്ർ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ അല്ലാഹു തആല നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം, ആ പ്രതിഫലത്തിന് കണക്കുകളല്ലോ ഉണ്ടോ? കണക്കുകളില്ല. കുടുംബത്തിന് ഐശ്വര്യമുണ്ടാകും, കുടുംബത്തിന് ബർക്കത്തുണ്ടാകും, സമ്പൽ സമൃദ്ധി ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ. ഇത് മൂടി അങ്ങോട്ട് ഇതിൻ്റെ ഇടയിലൊന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ആഗ്രഹിച്ച കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ അത് സാധിച്ചു തരുന്നതുമാണ്. അങ്ങനെ കുടുംബത്തിന് ഐശ്വര്യവും ബർക്കത്തും സമ്പൽ സമൃദ്ധിയും എല്ലാവിധ ഗുണങ്ങളും ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളും നല്ല അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആ വിധ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ ദിക്റൊക്കെ ചെല്ലണം. ഈ ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ ഒരു മടിയും വേണ്ട. ഈ ദിക്ർ നിങ്ങൾ ഉറച്ചങ്ങ് ചെല്ലണം. അത് ചെല്ലുന്ന കാര്യത്തിൽ മടിയൊന്നും വേണ്ട. ദിക്ർ എന്ന് പറയുമ്പോൾ നമസ്കാരത്തിന് ശേഷം ചെല്ലിയാൽ നമസ്കാരത്തിൻ്റെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞതിന് ശേഷം ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് വണ്ണമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങളുടെ ഹലാലായ നല്ല ആഗ്രഹാഭിലാഷങ്ങളെല്ലാം അല്ലാഹു തആല നിറവേറ്റി തരികയും നിങ്ങൾക്ക് ആരോഗ്യമുള്ള ദീർഘായുസ്, ആരോഗ്യമാഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യവും ബർക്കത്തും സന്തോഷവും അല്ലാഹു വാരി നിറയ്ക്കുന്നതാണ്. എല്ലാവിധ ഗുണവും നിങ്ങൾക്ക് തരുന്നതാണ്. ദിക്ർ ചെല്ലുമ്പോൾ, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനകത്തൊരു കുളിർമ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ കുളിർമ ഉണ്ടാകും. കാരണം കുളിർമകൾ ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ കുളിർമ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇവിടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത ഒന്നുകൂടി ഞാൻ ഒന്ന് പറയട്ടെ. ഈ ദിക്ർ നിങ്ങൾ ചെല്ലുമ്പോൾ അല്ലാഹുവിൽ അടിയുറച്ചൊരു വിശ്വാസം ഉണ്ടായിരിക്കണേ. നിങ്ങളുടെ ഹൃദയം പരിശുദ്ധമാക്കി വെക്കണേ. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് മറ്റൊന്നും മോശമായിട്ടൊന്നും ചിന്തിക്കല്ലേ. ഹൃദയം നന്നായിരിക്കണം. ഹൃദയത്തിൽ മറ്റൊരാളിൻ്റെ മോശമായ കാര്യങ്ങളോ വൈഷമ്യമുള്ള കാര്യങ്ങളോ ഒന്നും നിങ്ങൾ പറയരുത്. ഹൃദയത്തിന് ശുദ്ധി ഉണ്ടായിരിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കാണ് നോക്കിയിട്ട് അവൻ്റെ കാര്യങ്ങൾക്കുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്കിൽ ആ ഹൃദയത്തിന് പരിശുദ്ധി ഉണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയത്തിന് പരിശുദ്ധി ഉണ്ടായിരിക്കണം. ആ പരിശുദ്ധിയോടുകൂടി അല്ലാഹുവിൽ ഉറച്ചുകൊണ്ട് നിങ്ങൾ ഈ പടച്ച തമ്പുരാനെ ഞാനിതാ ഈ ദിക്ർ ചെല്ലുന്നല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ
ഇതിൻ്റെ പ്രതിഫലം നീ തരണേ തമ്പുരാനേ എന്നുള്ള നീയത്ത് വെച്ചുകൊണ്ട് ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ കൂടുതലൊന്നും നിങ്ങൾ ചെല്ലണ്ട. നമസ്കാരത്തിന് ശേഷം ഒരു 51 പ്രാവശ്യം ഒരു 51 ദിക്ർ നിങ്ങൾ ചെല്ലണം. അത് കഴിഞ്ഞതിനുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ദിക്റങ്ങ് ചൊല്ലി പോകാം. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള ദിക്റല്ല. ഇതങ്ങനെ ചൊല്ലിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതിന് പ്രയോജനം ഇന്നല്ലെങ്കിൽ നാളെ ഉടനെ കിട്ടിയില്ല എങ്കിൽ ഒരല്പ താമസം വന്നാലും ശരി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കൈവിടുകയില്ല. എല്ലാവിധ ഗുണവും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തമ്പുരാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആ വിച്ഛേദികളുണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ, ഭാര്യ മക്കൾ എല്ലാവരും ഉണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നതാണ്. ഒരുപാട് ഗുണങ്ങൾ അല്ലാഹു തആല തരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, എന്നോട് പറഞ്ഞല്ലോ, ആ പറഞ്ഞത് ഞാൻ കുറച്ച് പ്രാവശ്യമൊന്ന് ചെല്ലേ അല്ലാഹുവേ, ഇപ്പോൾ എൻ്റെ മനസ്സിന് കുളിർമ തോന്നുന്നു റബ്ബേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നൊരു സമയം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ദിക്റുകൾ നിങ്ങൾ ചെല്ലണം. ഞാനിതാ ഈ ദിക്റിലൂടെ ചെല്ലാൻ പോകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മാലിക്കുൽ മുൽക്ക് യദുൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മാലിക്കുൽ മുൽക്ക് യദുൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മാലിക്കുൽ മുൽക്ക് യദുൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഇതിങ്ങോട്ട് ചെല്ലുമ്പോൾ അല്ലാഹുവിൻ്റെ അർശിലേക്ക് തട്ടുകയാണ്. അല്ലാഹുവിൻ്റെ അർശിലേക്ക് ഈ ദിക്റങ്ങോട്ട് ചെന്ന് തട്ടുന്നേ. അപ്പോഴുണ്ടാകുന്ന സംഭവങ്ങൾ എന്താണെന്ന് അറിയണ്ടേ. നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ വന്നമായി കിട്ടുകയാണ്. അല്ലാഹുവിൻ്റെ അർശ് എന്ന് പറഞ്ഞാൽ അതൊന്നുകൂടി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വിവരിക്കട്ടെ. ആ അർശിലേക്കാണ് ഈ ജലാലി വൽ ഇക്റാം എന്നുള്ള ആ ദിക്ർ ശബ്ദം കേൾക്കുമ്പോൾ, അല്ലാഹുവേ ഈ ദിക്റിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഈ ദിക്ർ ചെന്നെത്തുന്നത് അല്ലാഹുവിൻ്റെ അർശിലേക്കാണ് ചെന്നെത്തുന്നത് എങ്കിൽ ഞാൻ ഈ അർശിനെ സംബന്ധിച്ച് ചെറുതായിട്ട് ഞാനൊന്ന് പറയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ആകാശഭൂമികളുണ്ടല്ലോ, ഈ ബ്രഹ്മകാണ്ഡം ഉണ്ടല്ലോ, ഈ ആകാശഭൂമികൾ മൊത്തം എടുത്തുകൊണ്ട് അല്ലാഹുവിൻ്റെ അർശിൻ്റെ ഭാഗത്തേക്ക് ചെന്നാൽ ആ അർശിൻ്റെ ഒരു മൂലയിൽ വയ്ക്കാൻ പോലുമില്ല. നമ്മളപ്പോൾ നമ്മുടെ അർശെന്താ, അല്ലാഹുവിൻ്റെ അർശെന്താണ്, അല്ലാഹുവിൻ്റെ അർശിൻ്റെ വലിപ്പം എന്താണ് ഒന്ന് ചിന്തിച്ചങ്ങ് നോക്കണേ. ഇത്രത്തോളം വലിപ്പമുള്ള ഈ അർശിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ ഈ ദിക്ർ ചെല്ലുന്നത് എങ്കിൽ അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ ഗുണങ്ങൾ തീർച്ചയായിട്ടും ഈ ചെല്ലുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് മാത്രമല്ല, ഞാൻ ഈ പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങളിത് ചെയ്യണേ. ഈ ചെയ്യുന്നവർക്ക്, ഈ ചെല്ലുന്നവർക്ക്, ഈ കാണുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഗുണവും കൊടുക്കട്ടെ എന്ന് ഞാൻ അവർക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുന്നു. ഈ പറഞ്ഞ സാധുവായി ഞാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറച്ച തമ്പുരാനേ എനിക്ക് പുറത്തു തരണേ അല്ലാഹ് എന്നും കൂടി ഞാൻ അങ്ങ് പറയുന്നു. തക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.